തീർച്ചയായും എബി ജോൺ തോമസ് നമ്മളോടൊപ്പമുണ്ട്. എബി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താരങ്ങൾക്ക് തിളക്കമില്ല, ചന്ദ്രന് ശോഭയില്ല. കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആദ്യം കാണുന്നത് പോലെയല്ല. താരങ്ങൾക്ക് തിളക്കമുണ്ട്, പക്ഷേ ചന്ദ്രന് ശോഭയുണ്ട്. എന്നാൽ ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് താരങ്ങൾക്ക് അത്ര തിളക്കമില്ല, ചന്ദ്രന് അത്ര ശോഭയില്ല. ഈ ശോഭയില്ലായ്മയ്ക്കെല്ലാം ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയുള്ളതായിരുന്നല്ലോ ഈ ഒരു അമ്മ സംഘടനയുടെ നിലപാടെന്ന് പറയുന്നത്. എങ്ങനെയാണ് എബി? തീർച്ചയായും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാത്തതിലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു നിലയുണ്ടായിരുന്നത്. ആ നിലയ്ക്കുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അവസാനമാണ് ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം ഇപ്പോൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അതിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം നടത്താൻ വേണ്ടി എത്തിയത് എന്നുള്ളതാണ്. ഈ പ്രതികരണം വൈകിപ്പോയതിലുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഷോ നടക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലായിപ്പോയി. അതുകൊണ്ടാണ്, അല്ലാതെ അതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. അത്തരത്തിൽ ആരും വിചാരിക്കരുത് തുടങ്ങിയിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു അമ്മ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ സിദ്ദിഖ് എത്തിയത് എന്നുള്ളതാണ്. കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ട് ഞങ്ങൾ സ്വാഗതാർഹമാണ്, റിപ്പോർട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായി. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിലെ മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആഗ്രഹം. ഈ റിപ്പോർട്ട് ഒരിക്കൽ പോലും വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, മറിച്ച് ഇത് പുറത്തു വരണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ പറഞ്ഞു. അപ്പോൾ രണ്ട് നിലപാടും അവർ ആവർത്തിച്ച് പറയുകയും അതാണ്ട് ഈ റിപ്പോർട്ട് നടപ്പിലാക്കണം, പക്ഷേ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. അതിനുശേഷം റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ പോലും അമ്മ സംഘടന അത് ഏതെങ്കിലും നിലയ്ക്ക് ഹൈക്കോടതി സമീപിക്കുകയോ അല്ലെങ്കിൽ ഹർജി കൊടുക്കുകയോ തുടങ്ങിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിലയുണ്ടായി. ഈ സിനിമയിലെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ കമ്മീഷന്റെ രൂപീകരണവും കമ്മീഷൻ റിപ്പോർട്ടും അതിന് തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഒരിക്കലും ഈ തങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് സിദ്ദിഖ് വ്യക്തമാക്കി. എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഒപ്പം ഇതിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത് സിനിമാ മേഖല ആകെയും ഇത്തരത്തിൽ കുഴപ്പത്തിലാണ് എന്നുള്ള നിലയ്ക്കുള്ള ചില പ്രതികരണങ്ങൾ, ചില നിലപാടുകളൊക്കെ തന്നെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അതിലാണ് തങ്ങൾക്ക് പ്രതിഷേധമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ചില പരാതികൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, അത് 10 കൊല്ലം മുമ്പ് ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്ന ഒരു നിലയുണ്ടായത്. ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം അത് ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ ചോദിക്കേണ്ട നിലയുണ്ടായിരുന്നു. അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല, അല്ലെങ്കിൽ അത് തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ചത്. 10 കൊല്ലം മുമ്പ് പല സംഘടനയിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചാണോ പറയുന്നത് എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നാൽ ആ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതായിരുന്നു. അത് പല സംഘടനയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് ഓരോ ഘട്ടത്തിലും അത് മാറി മാറി വരുന്ന നിലയുണ്ടായിരുന്നു. ആ പവർ കമ്മിറ്റിയെയാണോ ഇവർ പവർ ഗ്രൂപ്പ് എന്ന നിലയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ പോലും പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തികൾ ഇതിൽ പ്രവർത്തിക്കുന്നു, പ്രബല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു, അത് മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കുന്ന നില ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2006 ഒരു സംഭവത്തെക്കുറിച്ച് 2018 ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. ആ പരാതി പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട്.